ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചതായി സർക്കാർ. ആരോഗ്യമന്ത്രിയും ആശാപ്രവർത്തകരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം 38ാമത്തെ ദിവസമാണ് ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ആശമാരുടെ ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായാണ് പുതിയ കമ്മിറ്റി. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ, ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആർ സുഭാഷ്, നാഷണൽ ഹെൽത്ത് മിഷൻ അംഗം KM സീന, തൊഴിൽ വകുപ്പിൽ നിന്ന് ധനവകുപ്പിൽ നിന്നുമുള്ള അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഓരോ അംഗം എന്നിവരാണ് കമ്മിറ്റിയിൽ ഉണ്ടാവുക. 3 മാസത്തിനുള്ളിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണം. ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതി രൂപീകരിച്ചതായിട്ടുള്ള ഒരു ഉത്തരവ് കണ്ടു. 38 ദിവസങ്ങൾക്ക് ശേഷമാണ് അത്തരമൊരു ഉത്തരവ് ഇറങ്ങുന്നത്. ഇത്രയും ദിവസങ്ങൾ വൈകി എന്നത് തന്നെ സർക്കാരിന് ഇത്തരം കാര്യത്തോടുള്ള ഒരു ശ്രദ്ധക്കുറവിൻ്റെയും അവഗണനയുടെയും ഒരു രീതിയാണ് വ്യക്തമാവുന്നത്. ഓണറേറിയം കൊടുക്കാനും അതേപോലെ വിരമിക്കൽ ആനുകൂല്യം നൽകാനും ഇത്തരമൊരു സമിതിയുടെ ആവശ്യമില്ല. സർക്കാരിന് അതിനുള്ള പവറുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തന്നെ അതിനുള്ള പവറുണ്ട്. ആ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് നേരത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇനിയും അത് ചെയ്യാവുന്നതാണ്.